Hi students, yesterday we discussed about instantaneous velocity and tangent and the derivative notion. നമ്മൾ അതിൽ കണ്ടു കഴിഞ്ഞു എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താ പറയുക പ്രോബ്ലംസ് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കഷൻ ക്ലാസ്സിൽ പറയുക. നോട്ട്സ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷനൊക്കെ വെച്ചിട്ട് എഴുതിയെടുക്കുക, അതായിരിക്കും നന്നാവുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റും കൂടി റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ 2-3 കുട്ടികൾ ചോദിച്ചിരുന്നു ലിമിറ്റ്സിൻ്റെ ഭാഗം ഒന്നുകൂടി പറയാമോ? ലിമിറ്റ്സിൻ്റെ ഭാഗം ഒന്നുകൂടി പറയാൻ ശ്രമിക്കുന്നു. വാട്ട് ഈസ് ലിമിറ്റ്സ്? ലിമിറ്റ്സ്, as I earlier talked, what is limit? Limit means something approaches to something, the function value approximate for something. That is, the limit of a function f of t at a point x is equal to x naught is the value which f of x approximates for x close to x naught. x naught നോട് ക്ലോസ് ആയിട്ട് എക്സ് വരുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് ആക്ച്വലി ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് വരിക. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² - 7x + 3 / x - 3. ഈ ഫംഗ്ഷൻ ആക്ച്വലി x is equal to 3, f of 3 is equal to 2 × 3² - 7 × 3 + 3 divided by 3 - 3. Denominator 3 - 3. What is in the denominator? 3 - 3. That is equal to 0. 1/0 is not defined. So here function value at 3, f of 3 does not define. f of 3 not defined ആണ്. നമ്മൾ എന്ത് ചെയ്യും? നമുക്കിവിടെ ലിമിറ്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കും. ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3നോട് അപ്രോച്ച് ചെയ്യുന്ന, 3നോട് ഇത്രയും ക്ലോസ് ആയിട്ട് വരുന്ന എല്ലാ എക്സുകളും നമ്മൾ കണ്ടുപിടിക്കുന്നു. എല്ലാ എക്സുകളും വെച്ചിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂവിൽ അപ്ലൈ ചെയ്ത് നോക്കും. എക്സ് ഇസ് ഈക്വൽ 3.5, 3.1, 3.01, 3.001, 3.00001. അതായത് എക്സ് 3നെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യും. 3.5, 3.1, 3.01, 3.001, 3.0001. ഇപ്പോൾ ഫംഗ്ഷൻ വാല്യൂ നോക്കൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6, 5.2, 5.02, 5.0002, 5.00002. ദാറ്റ് ഈസ് 5ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എക്സ്റ്റെൻ ടു 3ലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 5ലേക്ക് അപ്രോച്ച് ചെയ്യും. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. 3നെ ലെഫ്റ്റിൽ നിന്ന് നമുക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. 2.5, 2.9, 2.99, 2.999, 2.99999. Then f of x goes to 4, 4.8, 4.98, 4.9998, 4.99998. That is also goes to 5. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആക്ച്വലി ഇവിടെ 5ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. അതാണ് ലിമിറ്റ്. എക്സ് നോട്ട് നമുക്ക് ഇപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് ലിമിറ്റ് കാണേണ്ടതുണ്ടെങ്കിൽ എക്സ് നോട്ടിനെ ക്ലോസ് ആയിട്ട് വരുന്ന നമ്പേഴ്സൊക്കെ ചൂസ് ചെയ്ത് എഫ് ഓഫ് എക്സിന് കൊടുക്കുമ്പോൾ ഏത് വാല്യൂ ആണ് കോമൺ വാല്യൂ നമുക്ക് കിട്ടുന്നു എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലിമിറ്റ് എന്ന് പറയാം. അതാണ് ആക്ച്വലി ലിമിറ്റ്. ഇവിടെ തന്നെ നമുക്ക് ഫംഗ്ഷനെ മാറ്റിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഫംഗ്ഷൻ നമ്മൾ മാറ്റി എഴുതി നോക്കൂ. ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കൂ. 2x² - 7x + 3 divided by x - 3 നമുക്ക് എങ്ങനെ എഴുതാം? കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡൊക്കെ വെച്ചിട്ട് നമുക്ക് 2x - 1 × x - 3 divided by x - 3 എന്ന് എഴുതാം. x - 3യും x - 3യും കട്ട് ചെയ്തു. x - 3 ആണ് നമ്മുടെ ഇവിടെ പ്രശ്നം വരുന്നത്. 3യിൽ ഇവിടെ അൺഡിഫൈൻഡ് ആണ്. ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് മാറ്റുന്നു. അതായത് 2x - 1 × x - 3 divided by x - 3. x - 3 ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി വരുന്നത് 2x - 1. So the cancellation of x - 3 is valid for x not equal to 3. x equal to 3 എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ? x is equal to 3ൽ ഫംഗ്ഷൻ്റെ വാല്യൂ അൺഡിഫൈൻഡ് ആണ്, ഡിഫൈൻഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ? ഈ ഒരു ഓപ്പറേഷൻ പോസിബിൾ ആവുന്നത് x not equal to 3 മാത്രമാണ്.
നമുക്ക് ഫംഗ്ഷൻ 2x മൈനസ് 3 2x മൈനസ് 1 കിട്ടും. ഇവിടെ നമ്മൾ x is equal to 3 കൊടുത്തു. 2 into 3 6 minus 1 that is equal to 5. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ വാല്യൂ. പക്ഷേ ഇത് ഈ ഓപ്പറേഷൻ വാലിഡ് ആവുന്നത് x മൈനസ് 3 is valid for x not equal to 3. x not equal to 3 മാത്രമാണ് ഇവിടെ എന്താവുന്നത് ഫംഗ്ഷൻ ഈ ഓപ്പറേഷൻ വാലിഡ് ആവുന്നത്. ഇത് നോക്കൂ, ഇവിടെ നോക്കൂ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ടോ എക്സ് നോട്ടിനോട് ക്ലോസ് ആയിട്ട് പോകുന്നുണ്ടോ? എക്സ് നോട്ടിനോട് ക്ലോസ് ആയിട്ട് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പ്ലോട്ട് ചെയ്ത് നോക്കുക. എക്സ് എഫ് ഓഫ് എക്സ് ഉണ്ടോ? എഫ് ഓഫ് എക്സ് താഴേക്ക് ഇങ്ങനെ വന്ന് എക്സ് നോട്ട് എല്ലിലേക്ക് ഇതായി വരുന്നു. ആക്ച്വലി ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ 3 എന്ന പോയിന്റിലല്ലേ നമ്മളിവിടെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. 3 എന്ന പോയിന്റിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആക്ച്വലി 3 എന്ന പോയിന്റിൽ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതിലേക്ക് വരുന്നു? 5 വരുന്നു. അതായത് 3, 5 എന്ന കോർഡിനേറ്റ്സിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വരും. നമ്മളിതൊക്കെ പ്ലോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 3.5, 6, 3.1, 5.2, 3.01, 5.02, 3.001, 5.0002, 3.00001, 5.00002. ഇതൊക്കെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ എങ്ങോട്ട് പോകുന്നു? ഇറ്റ് ഈസ് ആക്ച്വലി ഗോസ് ടു 3, 5. 3, 5ലേക്ക് അത് ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കണ്ടോ, റൈറ്റ് ഹാൻഡ് ലിമിറ്റും 5ലേക്കാണ് പോകുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 5ലേക്കാണ് പോകുന്നത്. സോ ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് what? Limit x tend to 3 f of x. What is f of x? 2x square minus 7x plus 3 divided by x minus 3 is equal to 5. 5ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് പോകുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു വേറൊരു പ്രോബ്ലം എടുത്ത് നോക്കാം. യൂസിങ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ guess the value of limit x tend to 1/4x minus 2. അതായത് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ, അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ലിമിറ്റ് എന്ന് പറയുന്നത് 4ലാണ് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം 1/4x minus 2 0 ആവുന്നത് x is equal to 1/2ലാണ്. അപ്പോൾ x is equal to 1/2ലാണ് ഫംഗ്ഷൻ 1/4x minus 2 അൺഡിഫൈൻഡ് ആവുന്നത്. സോ നമുക്കിവിടെ അൺഡിഫൈൻഡ് ആവുന്ന പോയിന്റിലല്ല ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്, x tend to 4ലാണ്. നമുക്ക് 4ന്റെ അടുത്തുള്ള പോയിന്റ്സ് എടുത്തു നോക്കാം. 4.1 എടുക്കുന്നു, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. 4.01 എടുക്കുന്നു, 4.001 എടുക്കുന്നു, 3.9 എടുക്കുന്നു, 3.99 എടുക്കുന്നു, 3.99 എടുക്കുന്നു. ഇത്രയും ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു, ഇത് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. 4.1, 4.01, 4.001 ഇത് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. 3.9, 3.99, 3.999 ഇത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യും. ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കൂ, 0.60694, 0.0712, 0.0714, 0.0735, 0.0716, 0.0714. അപ്പോൾ അത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 0.071ലേക്ക് ഇത് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് കാണാം. ഇനി നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ. 1/4 into 4 minus 2 that is 16 minus 2 that is equal to 1/14. 1/14 ആണ് ആക്ച്വലി ലിമിറ്റ്. 1/14ന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 0.07128. ഇതാണ് ആക്ച്വലി കിട്ടുക. കണ്ടില്ല, നമ്മൾ ഫംഗ്ഷൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കുമ്പോഴും ഫംഗ്ഷൻ ഏത് വാല്യൂയിലേക്കാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്? 0.07128. That is limit x tend to 1/4x minus 2 is equal to 1/14. That is 1/14ലേക്ക് ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അതായത് എക്സ് 4ലേക്ക് അടുക്കും തോറും, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എക്സ് 4ലേക്ക് അടുക്കും തോറും ഫംഗ്ഷൻ്റെ വാല്യൂ ഏത് പോയിന്റിലേക്കാണ് അടുക്കുന്നത്, അതാണ് ആക്ച്വലി ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
if the value of f of x approximates the number L for x close to x naught. Here 4ലേക്ക് ക്ലോസ്ലി അപ്രോക്സിമേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണല്ലോ ഇത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ x close to x naught, then we say that f approaches the limit L as x approaches x naught, and we write f of x tend to L as x tend to x naught, or limit x tend to x naught f of x is equal to L. ഇങ്ങനെയാണ് ഇതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. The value of f of x approximates the number L for x close to x naught, then we say that f approaches the limit L as x approaches x naught. We write f of x tend to L as x tend to x naught, or limit x tend to x naught f of x is equal to L. ഇങ്ങനെയാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി ലിമിറ്റ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ലിമിറ്റ്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആണ് കുറച്ച്. The quantity limit x tend to x naught f of x depends upon the values of f of x for x near x naught. The quantity limit x tend to x naught f of x depends upon the values of f of x for x near x naught. x naught നിയർ ആയിട്ടുള്ള എക്സുകളെല്ലാം എടുത്ത് അതിനെയാണ് ആക്ച്വലി ഏത് ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ്. കാരണം എക്സിൻ്റെ ഇപ്പോൾ 4 എടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ 4ൻ്റെ നിയർ ആയിട്ടുള്ള പോയിന്റ്സിലുള്ള വാല്യൂസ് അല്ലേ ഈ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫംഗ്ഷൻ വാല്യൂ കൊടുക്കുമ്പോൾ ഏതിലേക്കാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതല്ലേ, ഫംഗ്ഷനിൽ കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ആക്ച്വലി ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുന്നത്. അതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. ഈ ക്വാണ്ടിറ്റി ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എക്സ് നിയർ എക്സ് നോട്ട്. As x gets nearer and nearer to x naught, the values of f of x might not approach any fixed number. Suppose x gets nearer and nearer to x naught. x naught-ന് നിയർ ആയിട്ടുള്ള എക്സുകൾ എടുത്തു എന്ന് വിചാരിക്കുക. വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് റൈറ്റിൽ നിന്നും നമ്മൾ അപ്രോച്ച് ചെയ്തു, ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് വാല്യൂസും ഒരു ഫിക്സഡ് നമ്പർ കിട്ടിയില്ല. ഇവിടെയൊക്കെ നമുക്ക് ഒരു ഫിക്സഡ് നമ്പറിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫിക്സഡ് നമ്പറിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫിക്സഡ് നമ്പറിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ കിട്ടുന്നില്ല എങ്കിൽ, ഇഫ് ദർ ഈസ് നോ സച്ച് എ ഫിക്സഡ് നമ്പർ, then we can say that limit x tend to x naught f of x does not exist. എക്സിസ്റ്റ് ചെയ്യുന്നില്ല, f of x does not exist. In determining limit x tend to x naught f of x, we must consider values of x on both sides of x naught. That is why നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്. Our intention to find left hand limit and right hand limit is to determine limit x tend to x naught f of x. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കൊരു ഫിക്സഡ് വാല്യൂവിലേക്ക് നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മൾ ഡെറിവേറ്റീവിലേക്ക് പോകുമ്പോൾ ഡെറിവേറ്റീവിനെ നമ്മൾ ലിമിറ്റിലേക്ക് എക്സ്പ്രസ് ചെയ്യും. ലിമിറ്റിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലിമിറ്റിലേക്ക് എക്സ്പ്രസ് ചെയ്യും, അതും കൂടി നമുക്ക് പഠിക്കാനാണ്. ഇത്രയും ലിമിറ്റിൻ്റെ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ലിമിറ്റ്സ്? ലിമിറ്റ്സ് മീൻസ് limit of a function f of t at a point x is equal to x naught is the value which f of x approximates for x close to x naught. x naught-ന് ക്ലോസ് ആയിട്ടുള്ള കുറേ എക്സുകൾ എടുക്കുക, എന്നിട്ട് ന്യൂമറിക്കലായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് എഫ് ഓഫ് എക്സ് ഏത് വാല്യൂവിലേക്കാണ് കോമൺ വാല്യൂവിലേക്കാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ആക്ച്വലി ഗെറ്റ് ലിമിറ്റ് ഓഫ് ദാറ്റ് പോയിന്റ്. ലിമിറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് നമുക്ക് കിട്ടും. ഒരു ഗ്രാഫ് നോക്കൂ, ഗ്രാഫ് കണ്ടില്ലേ, എക്സ് എഫ് ഓഫ് എക്സ് എങ്ങോട്ടേ, എക്സിൻ്റെ അടുത്ത് എക്സ് നോട്ടിലേക്ക് എത്തുമ്പോൾ എക്സ് എഫ് ഓഫ് എക്സ് ഗ്രാഫിൽ എക്സ് നോട്ട് എല്ലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് കാണാം. അതാണ് ആക്ച്വലി ലിമിറ്റ്സിൻ്റെ ഭാഗം. പിന്നെ ലിമിറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു കോമൺ പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ദെൻ ഫംഗ്ഷൻ ഡസ് നോട്ട് ഹാവ് ലിമിറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ഫിക്സഡ് നമ്പറിലേക്കല്ല. ഇഫ് ദ ലിമിറ്റ് might not approach any fixed number, in this case we say that f has no limit as x tend to x naught, or limit x tend to x naught f of x does not exist. ഈ ഒരു പ്രോബ്ലം നോക്കൂ. റീഡിംഗ് ദ ഗ്രാഫ് ഇൻ ഫിഗർ 1.2.2 ഫൈൻഡ് ദ ലിമിറ്റ് t ടെൻ ടു ബി ജി ഓഫ് ടി ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. ഫോർ ബി ഈസ് ഈക്വൽ ടു 1, 2, 3, 4 and 5. ആക്ച്വലി നമ്മൾ എല്ലാത്തിനും നമ്മൾ ബി ആയിട്ട് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ബി ഈസ് ഈക്വൽ ടു 1 എടുക്കാം. ബി ഈസ് ഈക്വൽ ടു 1 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ശരി. 1ലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഇവിടെ എത്തുന്നു. 2ൽ നിന്ന് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക. ഫംഗ്ഷൻ എങ്ങനെ പോകുന്നു നോക്കൂ. ഫംഗ്ഷൻ ഇതാ 0ൽ നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടം വരെ എത്തും. ഒരു ബ്രേക്കൊന്നുമില്ല. ഇനി 2ൽ നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ വന്ന് ഇവിടത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ആക്ച്വലി നമുക്ക് എന്ത് കിട്ടി? 0.5 ലിമിറ്റായിട്ട് കിട്ടുന്നു. കാരണം ഫിക്സഡ് നമ്പറിലേക്കാണ് രണ്ടും അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് നമ്പറിൽ ഗ്രാഫാണ്, ഗ്രാഫിക്കൽ സൊല്യൂഷനാണ്. ഫിക്സഡ് നമ്പറിലേക്കാണ് ഇവിടെ രണ്ടും അപ്രോച്ച് ചെയ്യുന്നത്. ഫിക്സഡ് നമ്പർ ലെഫ്റ്റിൽ നിന്നും പോകുന്നു 1ലേക്ക്, റൈറ്റിൽ നിന്നും പോകുന്നു 1ലേക്ക്. വി ഗെറ്റ് 0.5 ആസ് ലിമിറ്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. ബി ഈസ് ഈക്വൽ ടു 2. 2ൽ നമുക്ക് എടുത്ത് നോക്കാം. ബി ഈസ് ഈക്വൽ ടു 2ൽ ഇവിടെ ആക്ച്വലി നോക്കൂ, ഇവിടെ ഒരു ഹോളല്ലേ ഉള്ളത്. ബിയുടെ 2ൽ ആക്ച്വലി വാല്യൂ എത്രയാണ്? ഫംഗ്ഷൻ്റെ വാല്യൂ ആക്ച്വലി 1.5 ആണ്. 2ലെ ഫംഗ്ഷൻ്റെ വാല്യൂ 1.5 ആണ്. 1ൽ നിന്ന് അപ്രോച്ച് ചെയ്ത് നോക്കൂ. 1ൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇത് എവിടെയാണ് എത്തുന്നത്? 3ൽ നിന്ന് ഫംഗ്ഷൻ്റെ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു? ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിലേക്കാണ് ആക്ച്വലി എന്താവുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് 0.5 കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി പിന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് ഈസ് എക്സിസ്റ്റ് ലിമിറ്റ് t ടെൻ ടു 2 ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. നോക്കൂ, 1ൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, 3ൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ പോകുന്നുണ്ടോ? ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ പോയിട്ട് ഇവിടെ 1ലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് പോകുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 1ലേക്ക് എത്തുന്നു. പക്ഷെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 1.5 ആണ്. പക്ഷേ ലിമിറ്റ് കറക്റ്റായിട്ട് ഒരു കോമൺ ഫിക്സഡ് പോയിന്റ് 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്. അതായത് g of 2 is actually 1.2, but limit t ടെൻ ടു 2 g of 2 is equal to 1. ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ ഒരുമിച്ച് വരുന്നില്ല. അതൊരു കേസാണ്. നമ്മൾ കണ്ടിന്യൂറ്റിയിൽ പഠിക്കും. അങ്ങനെ അവിടെ കണ്ടിന്യൂസ് അല്ല നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ബി ഈസ് ഈക്വൽ ടു 3ൽ നോക്കൂ. ബി ഈസ് ഈക്വൽ ടു 3. 2ൽ നിന്ന് അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ 2ൽ നിന്ന് നമ്മൾ 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ടോ? ഫംഗ്ഷൻ്റെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുന്നു. 0.5 നിയറിലെത്തുന്നു. 4ൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. 4ൽ നിന്ന് 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് 4ൽ നിന്ന് 3ലേക്ക് എത്തുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് നമ്പറിലേക്കല്ല ലിമിറ്റ് പോകുന്നത്. അപ്പോൾ ഹിയർ ദ ലിമിറ്റ് t ടെൻ ടു 3 g of t does not exist. Limit t ടെൻ ടു 3 g of t here does not exist. Here does not exist. For t near 3 g of t has values 0.5. ഉണ്ടോ? 2ൽ നിന്ന്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എടുക്കുകയാണ്. ഹിയർ if we check the left hand limit, we actually get 0.5. Then if we check the right hand limit, actually it goes to 1. Goes to 1ലേക്കാണ് പോകുന്നത്. So that നമുക്ക് എന്ത് പറയാം? There is no single number approached by g of t as t approaches 3.
സോ ദാറ്റ് ലിമിറ്റ് t ടെൻ ടു 3 g of t ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു ഫിക്സഡ് നമ്പറിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് b is equal to 4 നോക്കാം. b is equal to 4 ആക്ച്വലി നോക്കാം. b is equal to 4. b is equal to 4 ആക്ച്വലി എങ്ങോട്ടേക്കാണ് പോകുന്നത്? 3ൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ പോയിട്ട് എങ്ങോട്ട് പോകുന്നു? 1ലേക്ക് എത്തുന്നു. 5ൽ നിന്ന് അപ്രോച്ച് ചെയ്ത് 4ലേക്ക് എത്തുന്നു. ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ട് എത്തുന്നു? 1ലേക്ക് എത്തുന്നു. അപ്പോൾ ആക്ച്വലി ലിമിറ്റ് t ടെൻ ടു 4 g of t is equal to 1 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ബട്ട് g of 4 ഇവിടെ ഡിഫൈൻഡ് ആണോ? കാരണം ഇവിടെ ഒരു ഹോളല്ല ഉള്ളത്. ഇങ്ങനെയാണ് ഡിഫൈൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഹോളാണ് വരിക. g of 4 ആക്ച്വലി ഹിയർ ഡസ് നോട്ട് ഡിഫൈൻ. ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻ. നമുക്ക് ആക്ച്വലി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഫംഗ്ഷൻ വാല്യൂ നോട്ട് ഡിഫൈൻ. b is equal to 5 നോക്കൂ. ലെഫ്റ്റിൽ നിന്ന് 4ൽ നിന്ന് 5ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെ പോകുന്നു? 4ൽ നിന്ന് 5ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ആക്ച്വലി ഫംഗ്ഷൻ്റെ വാല്യൂ കയറി പോകും. ആൻഡ് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഗോസ് ലാർജർ ആൻഡ് ലാർജർ ആയിട്ട് പോകണം. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ ആക്ച്വലി g of t ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കിട്ടുക. ഫംഗ്ഷൻ്റെ വാല്യൂ 4ൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ വന്നു ഒറ്റ കയറാണ്, സഡൻ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ എന്തില്ല, 5ൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നേരെ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന പോയിന്റ്സിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു ഗ്രാഫ്, ഈ ഒരു പ്രോബ്ലം നോക്കിയാൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മൊത്തം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ്. ബേസിക് പ്രോപ്പർട്ടീസ് ആദ്യം പറയുമ്പോൾ തന്നെ നമ്മൾ അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടീസ് വർക്കൗട്ട് ആവുള്ളൂ. ആദ്യം തന്നെ നമ്മൾ എന്ത് നോക്കണം? ആദ്യം തന്നെ ലിമിറ്റ് if we take two functions f of x and g of x and if we calculate the limit at x naught, at first limit x tend to x naught f of x and limit x tend to x naught g of x must exist ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ആണ് ഇവിടെ രണ്ടെണ്ണം. ഫിക്സഡ് നമ്പറിലേക്ക് പോവില്ല, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാത്ത കണ്ടീഷൻസ്. അവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് എടുക്കുക. എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എടുക്കുക, എന്നിട്ട് സം റൂൾ ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. പ്രോഡക്റ്റ് റൂൾ ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. Reciprocal rule limit x tend to x naught 1 by f of x is equal to 1 by limit x tend to x naught f of x. ഇവിടെ എന്താ വരുന്നത്? ഈ ഒരു ഭാഗം 0 ആവരുത്. 0 ആയ അൺഡിഫൈൻഡ് ആയി. 0 അല്ലാത്ത കേസിൽ നമുക്കൊരു വാല്യൂ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ ലിമിറ്റ് x tend to x naught z is equal to z. ഐഡന്റിറ്റി ഫംഗ്ഷൻ റൂൾ ലിമിറ്റ് x tend to x naught x, that is f of x is equal to x, that is the function. Limit x tend to x naught x is equal to x naught. Replacement rule: if the function f and g have the same values for all x near x naught but necessarily including x is equal to x naught, then അതായത് ഇവിടെ x naught ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഫംഗ്ഷനിൽ x naught ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. അതായത് ഡൊമൈന് പുറത്തായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് x tend to x naught f of x is equal to limit x tend to x dot g of x. If the functions f and g have same values for all x near x naught but not necessarily including x is equal to x naught. അതായത് എഫിൻ്റെയും ജിൻ്റെയും ഫംഗ്ഷൻ വാല്യൂ സെയിം വാല്യൂസ് ആണ് ഫോർ ഓൾ എക്സ് നിയർ എക്സ് നോട്ട്. ബട്ട് എന്താ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ടിൽ ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻ്റെ രണ്ട് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക്
ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്.